മുതിർന്ന CPIM നേതാവ് ജി സുധാകരൻ പാർട്ടി വിട്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി അമ്പലപ്പുഴയിൽ മത്സരിക്കുന്നു. ഒപ്പം വെള്ളാപ്പള്ളി നടേശൻ SNDP യോഗം ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് തെറിച്ചു. വളരെ പ്രധാനപ്പെട്ട വാർത്തകൾ സംഭവിച്ചൊരു വാർത്താ പകലാണ്. ഈ വാർത്തകൾ മുഴുവൻ നമ്മൾ സമഗ്രമായി പരിശോധിക്കാൻ പോകുന്നു. 1 PM ന്യൂസ് ആരംഭിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ആദ്യം. CPIMുമായി അകന്ന മുതിർന്ന നേതാവും മുൻ മന്ത്രിയുമായ ജി സുധാകരൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കും. CPIMന്റെ അനുനയ നീക്കങ്ങൾ തള്ളി അമ്പലപ്പുഴയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകുമെന്ന് ജി സുധാകരൻ പ്രഖ്യാപിച്ചു. 6 പതിറ്റാണ്ടുകാലത്തെ രാഷ്ട്രീയ ജീവിതം വിവരിച്ചും പാർട്ടിയിൽ നിന്നുള്ള അവഗണന എണ്ണി പറഞ്ഞുമാണ് ആലപ്പുഴയിലെ വീട്ടിൽ ജി സുധാകരൻ മാധ്യമങ്ങളെ കണ്ടത്. വൈകാരികമായി സംസാരിച്ചായിരുന്നു 1 മണിക്കൂറിലേറെ ദൈർഘ്യമുള്ള ജി സുധാകരന്റെ വാർത്താസമ്മേളനം. പാർട്ടിയോടുള്ള വിയോജിപ്പുകൾ എണ്ണിപ്പറഞ്ഞു. ഒടുവിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന് പ്രഖ്യാപനം. ഈ അവമാനം, ഈ പാർട്ടിക്ക് യോജിക്കാത്ത പെരുമാറ്റം, പാർട്ടിയെ പറ്റി അറിയാത്തവർ പാർട്ടി വക്താക്കളായി വന്നിട്ട് ഓരോരോ കാര്യങ്ങൾ കാണിച്ചു കൂട്ടുന്നത്, ബ്രാഞ്ചിൽ പോലും പ്രവർത്തിക്കാൻ കഴിയാത്ത സ്ഥിതി, ആ സ്ഥിതിയിൽ ഞാൻ പാർട്ടി മെമ്പർഷിപ്പിൽ നിന്ന് ഒഴിവായി. ഞാൻ സ്വതന്ത്രനായി ഈ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ മണ്ഡലത്തിൽ മത്സരിക്കാൻ ഉദ്ദേശിക്കുന്നു. ആ കാര്യം അറിയില്ല. CPIM നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനമാണ് ജി സുധാകരൻ ഉന്നയിച്ചത്. തന്നെ വ്യക്തിഹത്യ നടത്തിയ പൊളിറ്റിക്കൽ ക്രിമിനലുകളെ നേതൃത്വം കൂടെ കൊണ്ടു നടക്കുന്നു. മന്ത്രി സജി ചെറിയാനും വിമർശനം. വ്യക്തിഹത്യ ആരെയും ഞാൻ നടത്തിയിട്ടില്ല, ഇത് നടത്താൻ ഉദ്ദേശിച്ചില്ല. എന്നെ നടത്തുന്നുണ്ട്. എൻ്റെ അച്ഛനും വരെ വിളിച്ചിട്ടുണ്ട്, ഐസി മെമ്പർ. എൻ്റെ പേര് വരെ സുധാ കുരൻ എന്ന ഒരാൾ അമ്പലപ്പുഴക്കാരൻ പേരുണ്ട്, സുധാ കുരൻ. ഒരു ഉപരി കമ്മിറ്റിയോ ഒരു ജില്ലാ കമ്മിറ്റിയോ ഒരു ഏരിയ കമ്മിറ്റിയോ ആരും അതിനെ എതിർക്കുന്നില്ല. പൊളിറ്റിക്കൽ ക്രിമിനലുകളെ കൂടെ കൊണ്ട് നടക്കുക, അവരെ ആയുധമാക്കി വ്യക്തിഹത്യ നടത്തുക, അത് ഇന്നാരൊന്നൊന്നുമില്ല. പാർട്ടിക്കകത്ത് നിൽക്കുന്നവരെയും നടത്തുന്നതുകൊണ്ടാണല്ലോ എൻ്റെ അച്ഛനെ വിളിച്ചത്. പാർട്ടിക്ക് നഷ്ടങ്ങൾ എങ്ങനെയുണ്ടായെന്ന് സ്വയം വിലയിരുത്തണം. രക്തസാക്ഷിയായ തന്റെ അനുജൻ ഭുവനേശ്വരനെക്കുറിച്ച് പറയാൻ പാർട്ടിക്കാർക്ക് എന്തർഹതയാണുള്ളതെന്നും ജി സുധാകരൻ ചോദിച്ചു. അനുജൻ രക്തസാക്ഷി ഭുവനേശ്വരനെ കൊല ചെയ്ത കോൺഗ്രസ്സുകാരുടെ കൂടെ ചേരുകയല്ലേ, സ്വാഭാവികമായിട്ട് കോൺഗ്രസിലോട്ട് പോവല്ലേ, രക്തസാക്ഷിയെ നീണ്ടു കാണിക്കാതാണ് എല്ലാവരും ഈ സെറ്റെല്ലാം നടന്ന് പറയുന്നത്. ഇവർക്ക് എന്തറിഞ്ഞതാണ് ഭുവനേശ്വരനെ പറ്റി? ഇവർക്കറിയാവോ ഭുവനേശ്വരൻ ആരാണ്? പ്രചാരണത്തിൽ സർക്കാരിനെതിരെ ഒന്നും പറയില്ല, ഭരണവിരുദ്ധ വികാരമുണ്ടോ എന്നറിയില്ല. കോൺഗ്രസ് പിന്തുണ തന്നാൽ അപ്പോൾ പറയാമെന്നും ജി സുധാകരൻ പറഞ്ഞു. 24 ആലപ്പുഴ. അമ്പലപ്പുഴയിൽ സ്ഥാനാർത്ഥിയാകുമെന്ന് പ്രഖ്യാപിച്ചെങ്കിലും UDF പിന്തുണ സ്വീകരിക്കുന്നതിൽ ജി സുധാകരൻ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. പിണറായി വിജയൻ ആവശ്യപ്പെട്ടാൽ മത്സരത്തിൽ നിന്ന് പിന്മാറുമോ എന്ന ചോദ്യത്തിൽ നിന്ന് ജി സുധാകരൻ ഒഴിഞ്ഞു മാറുകയും ചെയ്തു. അശ്വിൻ പാലാഴി വിശദാംശങ്ങളുമായി ആലപ്പുഴയിൽ നിന്നുണ്ട് തത്സമയം. അശ്വിൻ, 1.25 മണിക്കൂറോളം നീണ്ട ദീർഘമായൊരു വാർത്താ സമ്മേളനം. അതിൽ തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഒരിക്കൽ കൂടി പറയുന്നതാണ് കേട്ടത്. പക്ഷെ ചില ചോദ്യങ്ങളോടൊക്കെ ഒരു മൃദു സമീപനമുണ്ടോ എന്ന് സംശയം ജനിപ്പിക്കും വിധമുള്ള പ്രതികരണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.